രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്ഷ്യ സംസ്കരണ സംരംഭകർ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രചിക്കുന്ന അതിജീവനത്തിന്റെയും വിജയത്തിന്റെയും ഗാഥകളാണിപ്പോൾ ഉയരുന്നത്. തലമുറകളായി പരമ്പരാഗതമായ ഇന്ത്യൻ വിഭവങ്ങളിൽ മൂല്യവർദ്ധനവ് വരുത്തി മികച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിച്ചു പോരുന്നു. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ചെറുഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും അസംഘടിത മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു. ബാങ്ക് വായ്പകൾ, ആധുനിക സാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, ബ്രാൻഡിംഗ്, വലിയ വിപണികൾ എന്നിവയൊന്നും ഇവർക്ക് പ്രാപ്യമായിരുന്നില്ല. 2020 കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി ആവിഷ്കരിച്ച PMFME പദ്ധതി ഈ സ്ഥിതി ശാശ്വതമായി മാറ്റിമറിച്ചു. ഇന്ന് ഈ പദ്ധതി 2 ലക്ഷം വായ്പാ അനുമതികൾ പൂർത്തിയാക്കി ഭക്ഷ്യോൽപ്പന്ന രംഗത്ത് പുതിയ വിജയം കൊയ്യുകയാണ്. 10,000 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തോടെ ആരംഭിച്ച ഈ ദേശീയ ദൗത്യം ചെറുകിട സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ എന്നിവരടങ്ങുന്ന മുഴുവൻ ഭക്ഷ്യ ശൃംഖലയെയും ഒരുപോലെ ശാക്തീകരിക്കുന്നു. ഇതിന്റെ അപേക്ഷാ നടപടികളിൽ സംരംഭകർ ഒരിക്കലും തനിച്ചാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, ലൈസൻസിംഗ്, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം സഹായിയായി ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺമാർ ഒപ്പമുണ്ട്. പുതിയ സംരംഭം തുടങ്ങാനോ നിലവിലുള്ളവ ആധുനീകരിക്കുവാനോ പ്രോജക്ട് ചിലവിന്റെ 35% വരെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ ഓരോ അംഗത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങാനും പ്രവർത്തന മൂലധനത്തിനുമായി 40,000 രൂപ വരെ സീഡ് ക്യാപിറ്റൽ ധനസഹായവും ലഭ്യമാക്കുന്നു. ഈ പദ്ധതി വഴി സാധാരണക്കാരായ പ്രൊഫഷണലുകളും പരമ്പരാഗത വ്യാപാരികളും വൻകിട സംരംഭകരായി മാറുന്നതിന് മികച്ച ഉദാഹരണമാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സ്വദേശിയായ ജീത് കുമാറിന്റെ ജീവിതം. MBA പഠനത്തിന് ശേഷം തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യ ഡയറി ബിസിനസ്സിലേക്ക് കടന്നുവന്ന ജീത് കുമാർ വൈശാലി എന്ന ബ്രാൻഡിൽ പേടയും നെയ്യും വിപണിയിലെത്തിക്കുവാൻ തുടങ്ങി. എന്നാൽ ഉയർന്ന ഡിമാൻഡിനനുസരിച്ച് ഉത്പാദനം കൂട്ടാനും യന്ത്രവൽക്കരണത്തിനും തടസ്സമുണ്ടായപ്പോഴാണ് അദ്ദേഹം PMFME പദ്ധതി വഴി വായ്പാ സഹായം തേടുന്നത്. പേട നിർമ്മാണത്തിനുള്ള അത്യാധുനിക ഓട്ടോമാറ്റിക് മെഷീൻ സ്ഥാപിച്ചതോടെ മുൻപ് പരമാവധി 100 കിലോ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് വെറും 2 മണിക്കൂർ കൊണ്ട് 100 കിലോ പേട ഉൽപ്പാദിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 9 ആളുകൾക്ക് സ്ഥിരമായി തൊഴിൽ നൽകുന്ന ജീത് കുമാർ ഇന്ന് ജാർഖണ്ഡിന് പുറത്തേക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ സവിശേഷത ഇത് വനിതാ ശാക്തീകരണത്തിന് നൽകുന്ന മുൻഗണനയാണ്. വായ്പാ അനുമതി ലഭിച്ച ഗുണഭോക്താക്കളിൽ 44% സ്ത്രീകളാണ്. ഇതിന് മികച്ച തെളിവാണ് അസമിലെ ഗുവാഹത്തി സ്വദേശിയായ മറാമി ദേക്കയുടെ വിജയം. 2013 ഉപാസന ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ജ്യൂസുകളും അച്ചാറുകളും നിർമ്മിക്കാൻ തുടങ്ങിയ മറാമി തുടക്കത്തിൽ കൈകൾ കൊണ്ട് മാത്രമാണ് ഉത്പാദനം നടത്തിയിരുന്നത്. PMFME പദ്ധതിയിലൂടെ സാമ്പത്തിക ധനസഹായവും സബ്സിഡിയും ലഭിച്ചതോടെ അത്യാധുനിക ബോട്ടിലിംഗ്, പാക്കിംഗ് യന്ത്രങ്ങൾ അവർ സ്ഥാപിച്ചു. 14ഓളം വനിതകൾക്ക് പൂർണ്ണമായി തൊഴിൽ നൽകുന്ന ഈ സ്ഥാപനം തങ്ങളുടെ ഉത്പന്നങ്ങൾ അസമിന് പുറമെ മണിപ്പൂർ, ത്രിപുര എന്നീ അയൽ സംസ്ഥാനങ്ങളിലേക്കും വിജയകരമായി വിതരണം ചെയ്യുന്നു. എല്ലാ സംരംഭകർക്കും സ്വന്തമായി ആധുനിക പ്രോസസ്സിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എളുപ്പമല്ലാത്തതിനാൽ കോമൺ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി പങ്കാളിത്ത പ്രോസസ്സിംഗ് സൗകര്യങ്ങൾ പദ്ധതി ഉറപ്പു നൽകുന്നു. പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ് വൺ ഡിസ്ട്രിക്ട് ഓൺ പ്രൊഡക്റ്റ്. ഓരോ ജില്ലയിലെയും സവിശേഷമായ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം കണ്ടെത്തി ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും 50% ധനസഹായം നൽകുന്നു. ഇതുവരെ 20,300 കോടിയുടെ നിക്ഷേപവും 11 ലക്ഷത്തോളം തൊഴിലവസരങ്ങളും പദ്ധതി സൃഷ്ടിച്ചു കഴിഞ്ഞു. 4.18 ലക്ഷം SHG അംഗങ്ങൾക്ക് സ്പീഡ് ക്യാപിറ്റലും ലഭിച്ചു. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ദേശീയ അന്തർദേശീയ എക്സിബിഷനുകളിലൂടെയും നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ ഇന്ന് ആഗോള വിപണിയിലേക്ക് ചിറകടിച്ചുയരുകയാണ്. ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതി നിർവഹണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ലഡാക്ക് മുതൽ കന്യാകുമാരി വരെ ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭകരാണ് സ്വാശ്രയത്വത്തിന്റെ പുതിയ ചരിത്രം കുറിക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ ചിരാഗ് പസ്വാൻ 2 ലക്ഷാമത്തെ ഗുണഭോക്താവായ റാഞ്ചിയിലെ ഇന്ദർജീത് സിംഗിന് വായ്പാ ഉത്തരവ് കൈമാറിയത് ഈ വിപ്ലവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. 2047ഓടെ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഗ്രാമീണ സാമ്പത്തിക രംഗത്തിന് കരുത്തേകാൻ ഈ പദ്ധതി വലിയൊരു ഊർജ്ജമാകും എന്നതിൽ സംശയമില്ല.